ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾക്ക് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ, ഇന്നത്തെ ഡിവൈൻ ഗൈഡൻസ് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ബോട്ടം വന്നിരിക്കുന്നത് ദ എംപ്രസ് ആണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ ഒരു കാർഡ് എടുക്കാവേ. ടെൻ ഓഫ് വാൻഡ്സ്, പേജ് ഓഫ് സോഡ്സ്, ഇവിടെ നമുക്ക് വന്നിരിക്കും ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് സെവൻ ഓഫ് സോഡ്സ് ആണ്. സെവൻ ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോൾ എന്തോ ഒരു ചീറ്റിങ്ങിന്റെ കാർഡാണ്. ചീറ്റിംഗ് എന്ന് പറയുന്നത്, അപ്പോൾ ഇത് നിങ്ങളിലേക്ക് ആരോ എന്തോ ഉപദ്രവത്തിന് വരുന്നുണ്ട്. നിങ്ങളെ ആരെങ്കിലും നിങ്ങളോട് ശത്രുതയുള്ള ഏതോ വ്യക്തി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യം നിങ്ങളിലേക്ക് ഉപദ്രവത്തിന് വരുന്നു എന്നുള്ളതാണ്. അവിടെ അതിനെ സഹിക്കാൻ വയ്യാഞ്ഞിട്ട് നിങ്ങൾ അത് ഓർത്തിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കിത് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് നിങ്ങൾ അത് ഓർത്തിട്ട് ആരെങ്കിലും എന്നെ ഉപദ്രവിക്കുന്നല്ലോ, എന്നിലേക്കൊരു ചീറ്റിംഗ് വന്നിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ട് നിങ്ങൾ അതേ ദേഷ്യത്തിന് മറ്റുള്ളവരോട് പ്രതികാരം ചെയ്യുകയാണ്. കണ്ടല്ലോ, നിങ്ങളിലേക്കാണ് ഈ സെവൻ സോഡ്സ് നീളുന്നത്. പക്ഷെ നിങ്ങളുടെ ചിന്ത അതിലേക്ക് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നു. ഈ ഒരു സമയത്ത് നിങ്ങൾ നിരുപദ്രവകാരിയായ ചില ജീവികളെ ഉപദ്രവിക്കാൻ നിങ്ങൾക്കൊരു പ്രേരണ ഉണ്ടാകുന്നു. നിങ്ങളുടെ മനസ്സ് അങ്ങനെയാണ് ഈ ഒരു എനർജി വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് പണ്ടൊക്കെ പറയല്ലേ, അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെന്ന്. അപ്പൊ ആ ഒരു ദേഷ്യം ആരിൽ നിന്നെങ്കിലും നമുക്ക് എന്തെങ്കിലും അനുഭവം തിക്തമായ അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ അത് നമ്മൾ മറ്റുള്ളവരോട് തീർക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതൊരു ചീറ്റിങ്ങിന്റെ കാർഡാണ്. കാരണം ആരെങ്കിലും നിങ്ങളെ ഈ ഒരു സമയത്ത് ചീറ്റിങ്ങിന് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് സാമ്പത്തികം തരാതെ നിങ്ങളെ ചീറ്റ് ചെയ്യുന്ന എനർജി ആവാം, അതുമല്ല എങ്കിൽ റിലേഷൻഷിപ്പിൽ ഒരു ചീറ്റിംഗ് ആവാം. ഏതൊരു കാര്യത്തിനായാലും ഈ സമയത്ത് ഒന്നുകിൽ നിങ്ങളുടെ എന്തെങ്കിലും സാധനങ്ങൾ ആരെങ്കിലും മോഷ്ടിക്കുന്നതാവാം. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങളുടേതായ സാധനങ്ങൾ ഒന്ന് സൂക്ഷിച്ചു വെക്കുന്നത് നന്നായിരിക്കും. ഇനി അതുപോലെ തന്നെ നിങ്ങളുടേതായ രഹസ്യ കാര്യങ്ങളൊന്നും ആരോടും പറയാതിരിക്കുന്നതും വളരെ നന്നായിരിക്കും. അതുപോലെ നിങ്ങളുടെ പരിചിതം അല്ലാത്ത അല്ലെങ്കിൽ പരിചയമില്ലാത്ത അപരിചിതരായ ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളോട് അടുത്തുകൂടാൻ വന്ന നമ്പരും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊടുക്കാതിരിക്കുക. അങ്ങനെയുള്ള അടുപ്പം വേണ്ടെന്ന് വെക്കുക, വളരെയധികം സൂക്ഷിക്കുക. അതാണ് നമ്മൾ ഇവിടെ കാണുന്ന ഈ ഒരു എനർജി. അതാണ് അടുത്തതായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് എംപററാണ്. ഈ ഒരു സമയത്ത് ചിലപ്പോൾ ജോലിയൊക്കെ പെർമനന്റ് ആയിട്ട്
കിട്ടാൻ വേണ്ടി പെർമനന്റ് ആകാൻ വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് അതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഒരുപാട് അറിവിലേക്ക് നീങ്ങുന്ന നോളജ് സമ്പാദിക്കുന്ന എനർജി ആവാം, അത് മറ്റുള്ളവർക്ക് പകരുന്ന എനർജിയുമാകാം. നിങ്ങൾക്ക് എന്തുവായാലും ഒരു ഹൈ എനർജിയിലേക്ക് നീങ്ങാൻ സാധിക്കുന്ന ഈ ഒരു സമയത്ത് കുറച്ചുകൂടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അറിവ് നേടിയിട്ട് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും അതുപോലെ തന്നെ കൃത്യനിഷ്ഠയോടുകൂടി ചില കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെയുള്ള ഒരു സാഹചര്യം ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു അതോറിറ്റി പവർ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ട്, ആ ഒരു എനർജി നിങ്ങൾക്കുണ്ട്. അപ്പൊ അത് വഴി നിങ്ങളെ മറ്റുള്ളവർ അങ്ങനെ അംഗീകരിക്കുന്ന എനർജി ആവാം. അതുപോലെയാണ് നിങ്ങളെ മറ്റുള്ളവർ കാണുന്നത്. കൃത്യനിഷ്ഠയോടുകൂടി നിങ്ങൾ ചിലപ്പോൾ മറ്റ് ജീവിതചര്യകളൊക്കെ പാലിച്ചു പോകുന്ന വ്യക്തിയാകാം, യോഗയായി മെഡിറ്റേഷനായി അങ്ങനെയൊക്കെ ഉള്ള പല കാര്യങ്ങളിലൂടെയും നിങ്ങൾ മുന്നോട്ട് വരുന്ന വ്യക്തികളാവാം. ചിലപ്പോൾ ഗവൺമെന്റ് ജോബൊക്കെ നോക്കിയിരിക്കുന്നവർക്ക്, ടെസ്റ്റുകളൊക്കെ എഴുതിയിട്ട് നോക്കിയിരിക്കുന്നവർക്ക് അത്തരത്തിലൊരു ജോബ് കിട്ടാൻ, പെർമനന്റ് ആയ ഒരു ജോബ് കിട്ടാനുള്ള സാധ്യതയും നമ്മളിവിടെ കാണുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ പേജ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ എല്ലാ ദിവസവും എന്താണോ എന്നിലേക്ക് വന്നു ചേരുന്നത്, എന്താണ് ഇവിടെ പുതിയതായിട്ട് എന്തോ ഒന്ന് തുടങ്ങി വെച്ചിട്ടുണ്ട്, ആവേശത്തോടുകൂടി എന്തോ ഒന്ന് പുതിയതായിട്ട് തുടങ്ങി വെച്ചിട്ടുണ്ട് നിങ്ങളെന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ യൂട്യൂബ് ചാനലാവാം, അതുമല്ല എങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഓൺലൈൻ വഴിയുള്ള ബിസിനസ് ആവാം, ഇനി അതുമല്ല എങ്കിൽ മറ്റെന്തെങ്കിലും ചെറിയ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ തുടങ്ങി വെച്ചിട്ടുണ്ടാവാം. അതിന്റെ ഒരു പ്രോഗ്രസിന് വേണ്ടി എല്ലാ ദിവസവും ഇവിടെ കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ്. എല്ലാ ദിവസവും അതിലേക്ക് ഒരു ആകാംക്ഷ കൊടുക്കുകയാണ്. എന്തായി, ഞാൻ തുടങ്ങി വെച്ച കാര്യങ്ങൾ എന്തായി എന്നൊക്കെയുള്ള ഒരു ആകാംക്ഷ. അങ്ങനെ എല്ലാ ദിവസവും അതിനെപ്പറ്റി ശ്രദ്ധിക്കുന്നു. ഇനി ഏതെങ്കിലും വ്യക്തികളുമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടായെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, ഓരോ ദിവസവും അവർ വരുന്നുണ്ടോ, എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ, മെസ്സേജ് വരുന്നുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ബാധകമായിരിക്കാം. ഇവിടെ 3 ഓഫ് വാൻസിന്റെ എനർജിയാണ്. ഇവിടെ എല്ലാം സ്വരുക്കൂട്ടി വെച്ചിട്ട് എന്തിനോ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. എല്ലാ കാര്യങ്ങളും കൊണ്ട് ഇവിടെ കണ്ടില്ല, സമൃദ്ധിയിലാണ് നിൽക്കുന്നത്, എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നു. പക്ഷെ അത്ര ആകാംക്ഷയോടുകൂടി എന്തിനോ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഒരു വഴി അല്ലെങ്കിൽ മറ്റൊരു വഴി, എങ്ങനെയെങ്കിലും എനിക്കത് സാധിക്കണം. ചിലപ്പോൾ വിദേശത്ത് പോകാനായിരിക്കാം, ഇനി അതുമല്ല എങ്കിൽ ചില ജോബ് കാര്യങ്ങളും എനിക്ക് ഈ ജോലി അല്ലെങ്കിൽ മറ്റൊരു ജോലി കൂടിയേ തീരൂ. വളരെയധികം ആവേശമാണ്. വാൻസ് അല്ലേ, വാൻസിന്റെ എനർജി എന്താണ്? വാൻസ് ഫയർ സൈൻ അല്ലേ, ഏരിയസ്, ലിയോ, സജിറ്റേറിയസ് എനർജിയാണ് കൂടുതലായിട്ടും വരുന്നത്. അപ്പൊ ഇവിടെ വളരെയധികം എനർജറ്റിക് ആണ്, വളരെയധികം പാഷനേറ്റ് ആണ്, കോൺഫിഡൻസ് കൂടി വരുന്ന ഒരു സമയമാണ്. കാരണം എനിക്കത് ലഭിക്കും, ഞാൻ അതിന് എഫർട്ട് എടുത്തിട്ടുണ്ട്, എനിക്കത് ലഭിക്കും എന്നൊക്കെയുള്ള ആ ഒരു എനർജിയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങളിൽ പലരും ഇത്തരത്തിലുള്ള ഒരു എനർജിയിലാണെന്ന് കാണുന്നു. ഇവിടെ നമുക്ക് പിന്നീട് വന്നിരിക്കുന്നത് 7 ഓഫ് കപ്സിന്റെ എനർജിയാണ്. 7 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ ഇപ്പോൾ നിങ്ങൾ നോക്കി നിൽക്കുന്നു, എന്തിനോ വേണ്ടി നോക്കി നിൽക്കുന്നുണ്ടല്ലോ. പക്ഷെ നിങ്ങളത് നോക്കി നിൽക്കുന്നതിന് നിങ്ങൾക്ക് ഇവിടെ ചോയ്സസ് ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ചോയ്സസ് ഉണ്ട്. അതായത് നിങ്ങളിവിടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, അതിന് നിങ്ങൾക്ക് ഒന്നിലധികം ചോയ്സസ് വരുന്നുണ്ട്. അത് നിങ്ങൾ ബുദ്ധിപൂർവ്വം സെലക്ട് ചെയ്താൽ മാത്രം മതിയാവും. ഇമോഷണലി സെലക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. ഏതൊരു കാര്യവും നമ്മൾ ഇമോഷണലി സെലക്ട് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ ഇമോഷണലി പറയാൻ പാടില്ല. ചില വാഗ്ദാനങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് അങ്ങനെ പറയും. അതൊന്നും ചിലപ്പോൾ അപ്പോഴത്തേക്ക് നല്ലതാണെന്ന് തോന്നിയാൽ അത് പിന്നീട് വളരെയധികം ദോഷകരമായിട്ട് തോന്നും. അതേസമയത്ത് വളരെയധികം ബുദ്ധിപൂർവ്വം നിങ്ങൾ ചിന്തിച്ചിട്ട് ഒരു തീരുമാനം എടുക്കുകയാണ്, എന്തെങ്കിലും ആരോടെങ്കിലും ഒരു വാക്ക് പറയുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് തൽക്കാലത്തേക്ക് ദോഷമാണെന്ന് തോന്നിയാലും അത് പിന്നീട് നിങ്ങൾക്കത് നല്ലതാണെന്ന് തോന്നും. അതുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഇമോഷണലി ആവരുത്, ബുദ്ധിപൂർവ്വം തിങ്ക് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്, സാഹചര്യങ്ങൾ അതുപോലെ അവസരങ്ങൾ നിങ്ങളിലേക്ക് വരും. അപ്പോൾ ഇത് നിങ്ങൾക്ക്, ഈ അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് ദൈവാനുഗ്രഹമുള്ള വ്യക്തികളാണ്, നിങ്ങൾക്ക് ദൈവാനുഗ്രഹം കൂടി വരുന്ന ഒരു സമയമാണിത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അവസരങ്ങൾ വരുന്നത്. വിവാഹ കാര്യങ്ങൾക്ക് വേണ്ടി ഇതുവരെയും നിങ്ങൾ നോക്കി വരുന്നില്ല, പക്ഷെ നോക്കിയപ്പോൾ മുതൽ ഒരുപാട് പ്രപ്പോസലുകൾ വരാം.
ഇനി ജോലിക്ക് വേണ്ടി നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ പല പല ജോലികളും വരാം. ചിലപ്പോൾ ചിലത് ദൂരെയായിരിക്കാം, ചിലത് സാലറി കുറവായിരിക്കാം, ചിലത് ഒരുപാട് കഷ്ടപ്പെടണം, ചില കാര്യങ്ങൾക്കാണെങ്കിൽ നൈറ്റ് ഡ്യൂട്ടി ചെയ്യണം. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പൊ അവിടെയൊക്കെയാണ് നിങ്ങൾ ബുദ്ധിപൂർവം തീരുമാനമെടുക്കേണ്ടത് എന്നാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ അടുത്തതായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് 8 ഓഫ് വാൺസ് ആണ്. നിങ്ങളിപ്പോൾ ബുദ്ധിപൂർവ്വം തീരുമാനിച്ചാലും അല്ലെങ്കിൽ ശരി, നിങ്ങൾക്ക് പെട്ടെന്നൊരു ക്ലാരിറ്റി ലഭിക്കുകയാണ് എന്താണ് വേണ്ടതെന്ന്. വാൺസ് അല്ലെ, വാൺസ് ഫയർ സൈൻ ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ബുദ്ധിപരമായിട്ട് അതിന് അല്ല എങ്കിൽ ആവേശത്തോടുകൂടി നിങ്ങൾക്കത് തീരുമാനിക്കാൻ സമയമായിരിക്കുന്നു. ഇവിടെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ലഭിക്കുന്നു, ആ ഒരു വഴിയിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാൺസിന്റെ എനർജിയുടെ കൂടുതലായിട്ട് കോൺഫിഡൻ്റ് ആണ്. അപ്പോൾ കോൺഫിഡൻ്റ് ആയ ഒരു വ്യക്തിക്ക് എന്താണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് അറിയാം. എനിക്കത് ലഭിക്കും അല്ലെങ്കിൽ എനിക്കത് നേടാൻ കഴിയുമെന്ന് അവരുടെ മനസ്സ് എല്ലായ്പ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഒരു എനർജി ഒരുപാട് സക്സസിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും നിങ്ങളെ. അതാണ് പറയുന്നത്, നിങ്ങൾ ഏതൊരു കാര്യത്തിലും നിങ്ങൾ കോൺഫിഡൻ്റ് ആവേണ്ട അത്യാവശ്യ കാര്യമാണ്. ജീവിത വിജയത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ഇല്ല എങ്കിൽ ഒന്നിനും പേടിച്ച് വിറച്ചിരിക്കുകയാണ്, ചില കാര്യങ്ങൾക്ക് ഒന്നും സാധിക്കാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ചിലപ്പോൾ ഇവിടെ നിങ്ങൾ വാഹനം വാങ്ങിക്കുന്ന എനർജി ഉണ്ടാവാം, ബിസിനസ് കാര്യങ്ങളിൽ ഒരു യാത്ര പോകാനുള്ള കാര്യങ്ങൾ, ബിസിനസ്സിൽ ഒരു പ്രൊമോഷൻ ലഭിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന മറ്റേത് കാര്യത്തിലായാലും നിങ്ങളുടെ ജോലിയിൽ നിങ്ങളുടെ ഓഫീസ് വർക്കൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നു. അവിടെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ആദരവ് ലഭിക്കാം. എന്തായാലും ശരി, നിങ്ങൾ അനുഭവിക്കുന്ന ചില കഷ്ടതകൾക്ക് ഒരു ക്ലാരിറ്റി കൂടി ലഭിക്കുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ പറയാൻ പറ്റും. മനസ്സിലായോ? അതുകൊണ്ട് മുന്നോട്ട് എത്രയും പെട്ടെന്ന് പോകാൻ സാധിക്കുന്നു ഈ ഒരു സമയത്ത്. ഇത് ഒരുപാട് നല്ല എനർജിയാണ്. 8 ഓഫ് വാൺസിന്റെ എനർജി ഒത്തിരി സക്സസ് തരുന്ന എനർജിയാണ്, ക്ലാരിറ്റി ലഭിക്കുന്ന എനർജിയാണ്, റിലേഷൻഷിപ്പിൽ റീയൂണിയൻ കൊണ്ടുവരുന്ന എനർജിയാണ്, റിലേഷൻഷിപ്പിൽ ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന എനർജിയാണ്. മറ്റു പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുന്നതും ക്ലാരിറ്റി കിട്ടുന്നതുമായ എനർജിയാണ് 8 ഓഫ് വാൺസിന്റെ എനർജി. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കോൺഫിഡൻസ് കൂടുതലായിട്ട് വരുന്നു, അതുകൊണ്ടാണ്. ഇനി അടുത്തതായിട്ട് ഹെറോഫന്റ് എനർജിയാണ്. കണ്ടില്ലേ, ഈ ഒരു കോൺഫിഡൻസ് കിട്ടുന്നത് ഏത് വ്യക്തിക്കാണ് കൂടുതലായിട്ടും? ഹെറോഫന്റിന്. ഹെറോഫന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പാരമ്പര്യ മൂല്യങ്ങളെ മുറുകെ പിടിച്ച് അതിലൂടെ ജീവിതചര്യകളെ കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ്. അതുവഴി മറ്റുള്ളവർക്കും ഈശ്വരീയമായ കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കാനും പോസിറ്റീവായിട്ടുള്ള എനർജി നിലനിർത്താനും പ്രപഞ്ചത്തെക്കുറിച്ചുള്ള സത്യങ്ങളെ മനസ്സിലാക്കി കൊടുക്കാനും പല പല കാര്യങ്ങളിൽ ഗൈഡൻസ് കൊടുക്കാനും അതുവഴി മുന്നോട്ട് നല്ലൊരു ലൈഫിലേക്ക് നയിക്കാനും ഇത്തരം വ്യക്തികൾക്ക് സാധിക്കുന്നു. അതായത് ചിലപ്പോൾ പള്ളിയിലോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലോ മോസ്കിലോ ഒക്കെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കാം. അങ്ങനെയുള്ള ഒരു പദവിയിലാണ് കൂടുതലായിട്ട് ഇത് വരുന്ന ഈശ്വരീയമായ എനർജി ഉള്ള വ്യക്തി, അല്ലെങ്കിൽ നല്ലതുപോലെ ദൈവാനുഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് ഇവിടെ കാണുന്നുണ്ട്. ഈ ഒരു വ്യക്തി മറ്റുള്ളവർക്ക് കണ്ടില്ല ഗൈഡൻസ് കൊടുക്കുന്നതാണ്. എന്തോ സാധനങ്ങൾ ഇവിടെ വാങ്ങിക്കാൻ വരുന്നുണ്ട്. ചിലപ്പോൾ റേക്ക് പഠിച്ചവരായിരിക്കാം, നിങ്ങൾ ഇത് കാണുന്നവർ റേക്ക് പഠിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ടാരോ കാർഡ്സ് പഠിക്കുന്നവരായിരിക്കാം, ടാരോ റീഡിംഗ് ഒക്കെ പഠിക്കുന്നവർ, അല്ലെങ്കിൽ ഒരു റീഡർ ആവാം നിങ്ങൾ ഇത് കാണുന്നവർ. അങ്ങനെയും അങ്ങനെയുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കാൻ പോകുന്നു. കാരണം ഇവിടെ ക്രിസ്റ്റൽസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ക്രിസ്റ്റൽസ് അല്ലെങ്കിൽ ഇവിടെ കാൻഡിൽസ്, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടുതൽ അറിയാനായിട്ടാണ് ഇവിടെ ശ്രമിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. എന്താണോ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ്, അതായത് ട്രഡീഷണലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്ത് കാര്യമാണോ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊരു വിവരം നേടാൻ നിങ്ങളെ കൊണ്ട് ഈ സമയത്ത് പറ്റുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇത് നിങ്ങൾക്ക് ഒരുപാട് പ്രപഞ്ച സത്യങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവ് കൂടി, പ്രപഞ്ചത്തിന്റെ താക്കോൽ സൂക്ഷിപ്പുകാർ എന്ന് വേണമെങ്കിൽ ഇവിടെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള നല്ല നോളജ് ഉള്ള വ്യക്തികളാണ് എന്ന് പറയാം ഇവിടെ. അതുപോലെ തന്നെ 10 ഓഫ് വാൺസിന്റെ എനർജിയാണ്. എന്തോ ഭാരം ചുമക്കുന്നുണ്ട്. ഇവിടെ കണ്ടില്ല, ഇവിടെ എന്തോ ഭാരം ചുമക്കുന്നുണ്ട്. ഇത് താഴെ വെക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്, പക്ഷെ അതിനെ താഴെ വീഴാതെ അതിനെ കംപ്ലീറ്റ് ആക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഈ ഭാരം ചുമക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ പറ്റാത്ത ഭാരം ചുമക്കും, നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തതായ എന്തോ ഒരു ഭാരം നിങ്ങളുടെ ചുമലിലുണ്ട് എന്നാണ് നമ്മളിവിടെ കാണുന്നത്.
അപ്പൊ ഇവിടെ നിന്നും തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവിടെ നിന്നും പുതിയൊരു ലൈഫിലേക്ക് പോകാൻ സാധിക്കും. കാരണം ഇവിടെ 10 ആണ്. 10 ഇവിടെ കംപ്ലീഷൻ ആവുന്നുണ്ട്. ഇവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ് ഈ ഒരു ജോലി. എന്നിട്ടൊരു സ്റ്റാർട്ടിങ്ങിലേക്ക് വരുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ ചുമലിലുള്ള എന്തോ ജോലിയെ തീർക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടാവണം. അത് തീരാറായിരിക്കുന്നു. എന്നിട്ട് നിങ്ങൾക്കൊരു ഫ്രഷ് ആയിട്ടുള്ള സ്റ്റാർട്ടിങ്ങിലേക്ക് പോകാൻ സമയമായിരിക്കുന്നു എന്നാണ് കാണുന്നത്. പുതിയൊരു തുടക്കത്തിലേക്ക് നിങ്ങൾക്ക് ഇവിടെ വരാൻ സാധിക്കുന്നു എന്ന് കാണുന്നുണ്ട്. നമുക്ക് അമാവാസിയല്ലേ, നമുക്ക് നോക്കാം എന്ത് ബ്ലെസ്സിങ്സ് ആണ് മൂൺ എനർജി. മൂണിന്റെ എനർജി ഇന്ന് എങ്ങനെയാണ്, എന്ത് മെസ്സേജാണ് എന്ന് നമുക്ക് നോക്കാം. വാട്ട് യു നീഡ് ടു റിലീസ്. എന്താണ് നിങ്ങളിപ്പോൾ റിലീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും എന്ത് റിലീസ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? നിങ്ങൾ നെഗറ്റീവായ എനർജിയെ നിങ്ങൾ റിലീസ് ചെയ്തേ മതിയാവൂ. ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ നിങ്ങൾ റിലീസ് ചെയ്തേ മതിയാവൂ. അങ്ങനെ നിങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ടോ? അല്ല എങ്കിൽ അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് വരാമെന്നാണ് നമ്മളിവിടെ കാണുന്നത്. ആ ഒരു എനർജിയിലേക്ക് വരാം. നിങ്ങൾക്കതിനെ റിലീസ് ചെയ്യാൻ പറ്റും. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്ത് നേടണമോ, നിങ്ങൾക്ക് എന്ത് ഉപേക്ഷിക്കണമോ, എന്ത് നിങ്ങൾക്ക് നേടണമോ, അത് ഈ സമയത്ത് നിങ്ങൾക്ക് ഇന്നു മുതൽ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ്. വളരെ നല്ല എനർജിയാണ്. നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാനും അല്ല അതുപോലെ തന്നെ മാനിഫെസ്റ്റ് ചെയ്യാനും ഒക്കെ ഒരു തുടക്കത്തിന് ഏറ്റവും നല്ല ദിവസമാണ് അമാവാസി എന്ന് പറയുന്നത്. മനസ്സിലായി? ഇത് ഇപ്പോൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണചന്ദ്രൻ ഫുൾ മൂൺ വരുമ്പോഴേക്കും, പൗർണമി വരുമ്പോഴേക്കും നിങ്ങളുടെ ആഗ്രഹം സഫലമാകും. കാരണം ഇത് മാനിഫെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഈ എഴുതി വയ്ക്കുന്ന പേപ്പർ കത്തിച്ചു കളഞ്ഞാൽ, അത് യൂണിവേഴ്സിലേക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സാധ്യമായി കിട്ടും. മനസ്സിലായോ? അങ്ങനെയാണ് പറയുന്നത്. ഇനി ഒന്നും ചെയ്തില്ല എങ്കിൽ കൂടെ നിങ്ങൾക്ക് ഫൊർഗിവ്നെസ് പറയാവുന്നതാണ്. അതിന് വളരെ നല്ല ദിവസമാണ്. കാരണം ഐ ആം സോറി, പ്ലീസ് ഫൊർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു എന്നിങ്ങനെ 11 തവണ വീതം അത്രയും ദിവസം നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വെച്ച് കഴിഞ്ഞാലും വളരെ നല്ലതാണ്. ഫീൽ ചെയ്ത് പറയുന്നതും ഏറ്റവും നല്ലതായിരിക്കും. കുറച്ചൊക്കെ കർമ്മ നിങ്ങളിൽ നിന്നും റിലീസ് ആവുക. ഇവിടെ കർമ്മ റിലീസ് ആവുക കണ്ടില്ലേ? എന്താണ് നിങ്ങൾ റിലീസാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കർമ്മ റിലീസാക്കാൻ ഉദ്ദേശിക്കുന്നു. നെഗറ്റിവിറ്റി നിങ്ങളിൽ നിന്നും റിലീസ് ആവണം. അതൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ന്യൂ റൊമാൻറ്റിക് സൈക്കിൾ ബിഗിൻസ്. കണ്ടില്ലേ? ഇവിടെ ഒരു റൊമാൻറ്റിക് സൈക്കിൾ പുതിയതായിട്ട് വരുന്നുണ്ട്. ന്യൂ മൂൺ ആണ്, ഇൻ ലിബ്രയാണ്. അപ്പോൾ ഇവിടെ ഇന്നത്തെ ദിവസം മുതൽ നിങ്ങൾക്ക് അത് തുടങ്ങുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ ഇമോഷൻസ് കൂടുതലായിട്ടുണ്ടാവുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ അമാവാസി എന്ന് പറയുന്നത് കൂടുതൽ ഇമോഷൻസിലിരിക്കുന്ന ഒരു ഇമോഷണലി കൂടുതലായിട്ട് ചിലപ്പോൾ ഹൈ എനർജി വരാം, ചിലപ്പോൾ ലോ എനർജി ആവാം. ചിലർക്ക് ഹൈ എനർജിയിലേക്ക് പോകും, ചിലർ ലോ എനർജിയിലേക്കും പോകും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയമാണ് വരുന്നത്. ഇവിടെ ഒരു റൊമാൻറ്റിക് സൈക്കിൾ തുടങ്ങുന്നു എന്നുള്ളതാണ് കാണുന്നത്. ആരോടെങ്കിലും ചിലപ്പോൾ പ്രണയമുണ്ടെങ്കിൽ അത് തുറന്നു പറഞ്ഞിട്ട് അത് ഇന്നത്തെ ദിവസം തുടങ്ങി വയ്ക്കാം. ലക്കീസ് ഓൺ യുവർ സൈഡ്. അതെ, നിങ്ങളുടെ ഭാഗത്താണ് ഭാഗ്യം വരുന്നത്, നിങ്ങളുടെ ഭാഗത്താണ്. കണ്ടല്ലേ? ഇവിടെ ന്യൂ മൂൺ ഇൻ സാജിറ്റേറിയസ്. ഇത് ഇവിടെയും അത് തന്നെയാണ്, അമാവാസി തന്നെ, അമാവാസി എനർജിയാണ്. ഇവിടെ ഈ അമാവാസി എനർജിയാണ് എക്സ്പെക്ട് പവർഫുൾ ചേഞ്ച്. നിങ്ങൾക്ക് ഇവിടെ ഒന്ന് പവർഫുൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് പ്രതീക്ഷിക്കുക. ഒരു മാറ്റം, വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അതിന് തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. വളരെ നല്ല എനർജിയാണ് ന്യൂ മൂണിന്റെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കണ്ടില്ലേ? ഭാഗ്യം നിങ്ങളുടെ സൈഡിലാണ്. നിങ്ങൾക്കൊരു പുതിയ ലൈഫ് തുടങ്ങാൻ പോകുന്നു. നിങ്ങൾക്ക് റിലീസാക്കാൻ പറ്റുന്നതിനെ നിങ്ങൾക്ക് റിലീസാക്കാൻ സാധിക്കുന്നു എന്നുള്ളത് നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ.